ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിയാൻ ഒരു ഡിഗ്രി ലെവൽ കഴിയണമെങ്കിൽ ഒരു PG ലെവൽ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അക്കൗണ്ടന്റ് ആവണമെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ 3 ഇയർ നമ്മൾ BCom പഠിക്കണം. അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെങ്കിൽ 4 ഇയർ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതങ്ങനെ ഒരു ടൈം പീരീഡ്സ് ഉണ്ട്. നമ്മളൊരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു 5 ഇയർ ടൈം പീരീഡ് ഉണ്ട്. അങ്ങനെ തന്നെ അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു അപ്രിസിയേഷൻ എന്ന ലെവലിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അത് യൂണിവേഴ്സിറ്റി ആയാലും ഗവൺമെന്റ് ആയാലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മൈൻഡിന് നൽകുന്ന ഒരു റിവാർഡാണ്. നമുക്ക് ആ ലെവൽ ഓഫ് ജോലിയിലേക്ക് നമുക്ക് ഇന്റർവ്യൂവിന് പോവാന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്ന ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പേപ്പർ കഷ്ണം മാത്രമാണ് അത്. പക്ഷെ നമ്മൾ ഈ ട്രേഡിംഗ് പഠിക്കുന്ന ലെവലിലേക്ക് ഇങ്ങനത്തെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കുറെ ആൾക്കാർ ഇതിൽ ഫെയിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ രാവിലെ എണീക്കണം, 9 ബെല്ലടിക്കും, കറക്റ്റ് നമ്മൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, പീരിയോഡിക്കൽ എക്സാം വരുന്നുണ്ട്, നമുക്കൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോണത്. ട്രേഡിംഗ് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? എപ്പോഴോ എണീച്ച് വരുന്നത്, കുറെ എടുക്കുമ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്നു, ഉറങ്ങുമ്പോൾ കാണുന്നു, വെറുതെ ഇരിക്കുമ്പോൾ നോക്കണ്, അവിടെ പോകുമ്പോൾ നോക്കണ്. യാത്ര നമുക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ലാണ്ടാണ് മുന്നോട്ട് പോണത്. നമ്മള് എല്ലാ പഠനത്തിനും അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക, അതിൻ്റെതായ ഒരു ഡിസിപ്ലിനിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ട്രേഡിംഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും, ലൈഫും അടിപൊളിയായിരിക്കും. ഇതിൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ കൺസിസ്റ്റൻസി നിലനിൽക്കും. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ടിപ്സുകളാണ്, എന്നാൽ പവർഫുൾ ടിപ്സുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് എന്തായാലും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ.